Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Gift of the Magi by O. Henry. FAUGP AC English, Advanced English Language Skill for Commerce and Management, second semester, Calcutta University. O. Henry, real name William Sidney Potter, better known by his pen name O. Henry, was an American writer known primarily for his short stories. He also wrote poetry and non-fiction. O. Henry, ഒരു അമേരിക്കൻ റൈറ്ററാണ്. കൂടുതൽ ഷോർട്ട് സ്റ്റോറീസും അതുപോലെ പോയട്രി നോൺ ഫിക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ഓ ഹെൻറി എന്ന് പറയുന്നത് പെൻ നെയിമാണ്, തൂലികാനാമാണ്. റിയൽ നെയിം എന്ന് പറയുന്നത് വില്യം സിഡ്നി പോട്ടറാണ്. ദെൻ സമ്മറി ഓഫ് ഗിഫ്റ്റ് ഓഫ് ദ മജി. First published in 1905, it is a short story. The story tells of a young husband and wife and how they deal with the challenge of buying secret Christmas gift for each other with very little money. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1905 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ പറയുന്നത് ഒരു യങ് ഹസ്ബൻഡും വൈഫും ഒരു സീക്രട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് നൽകുകയാണ്. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് അവർ ഏറ്റെടുക്കുകയാണ്. അവരുടെ ആ ഒരു ലിറ്റിൽ മണി അവർക്ക് കഴിയുന്ന തരത്തിലുള്ള ഒരു ഗിഫ്റ്റാണ് അവർ നൽകുന്നത്. The story revolves around a young couple, Jim and Della, who are struggling to make ends meet during the Christmas season. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ 2 ക്യാരക്ടേഴ്സാണ്. ഒരു യങ് കപ്പിള് ജിമ്മും ഡെല്ലയുമാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു ഈ ക്രിസ്മസ് സീസൺ. ഡെല്ല വാണ്ട്സ് ടു ബൈ ജിം എ സ്പെഷ്യൽ ക്രിസ്മസ് പ്രസൻറ്റ് ബട്ട് ഷീ ഡസൻ ഹാവ് ഇനഫ് മണി. അപ്പോൾ ഡെല്ലയ്ക്ക് തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ജിമ്മിന് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് പ്രസൻറ്റ് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾക്ക് അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല. ഷീ ഡിസൈഡ് ടു കട്ട് ആൻഡ് സെൽ ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് പ്രൈസ്ഡ് പൊസിഷൻ എ ഗോൾഡ് വാച്ച്. അപ്പോൾ അവൾ തീരുമാനിച്ചു, അവൾക്ക് നല്ല നീളത്തിലുള്ള നല്ല ഭംഗിയുള്ള മുടി ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് അത് സെല്ല് ചെയ്യാം എന്ന് തീരുമാനിച്ചു. തൻ്റെ ഹസ്ബൻഡിന് ഒരു ഗോൾഡ് വാച്ച് ഉണ്ട്, അപ്പോൾ അതിനൊരു ചെയിൻ അതുകൊണ്ട് വാങ്ങാം, അത് ഗിഫ്റ്റായി കൊടുക്കാമെന്ന് തീരുമാനിച്ചു. മീൻ വൈൽ ജിം ഈസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫോർ ഡെല്ല. അപ്പോൾ ഡെല്ലക്ക് വേണ്ടിയിട്ട്, തൻ്റെ പ്രിയതമക്ക് വേണ്ടിയിട്ട് ജിം എന്ത് ഗിഫ്റ്റ് വാങ്ങും, അതിനുള്ള പണമില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രഗ്ലിങ്ങിലായിരുന്നു. ഈ ഡിസൈഡ് ടു സെൽ ഹിസ് വാച്ച് ടു ബൈ ഡെല്ല എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഹെയർ. അപ്പോൾ ജിം വിചാരിക്കുകയാണ് ഡെല്ലക്കൊരു കോമ്പ് വാങ്ങാം, ഒരു ചീർപ്പ് വാങ്ങാം തല ചീകാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഒരുപാട് മുടിയുണ്ടല്ലോ, അപ്പം മുടി ചീകാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ കോംസ് വാങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 2 തീരുമാനങ്ങളും മനസ്സിലായില്ലേ? അതായത് ഡെല്ല തൻ്റെ നീളമുള്ള മുടി സെല്ല് ചെയ്തിട്ട് തൻ്റെ ഹസ്ബൻഡിന് ഒരു ചെയിൻ വാങ്ങിക്കാം. അദ്ദേഹത്തിന് ഒരു ഗോൾഡ് വാച്ച് ഉണ്ട്, അപ്പോൾ അതിനൊരു ചെയിൻ വാങ്ങിക്കാം. ഹസ്ബൻഡായിട്ടുള്ള ജിമ്മ് തീരുമാനിച്ചത് തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഈ ഒരു ഗോൾഡ് വാച്ച് സെല്ല് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അവളുടെ ആ ബ്യൂട്ടിഫുൾ ഹെയർ കോംബ് ചെയ്യാൻ ഒരു കോംബ് വാങ്ങിക്കാം, ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീർപ്പ് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കാം. ഓൺ ക്രിസ്മസ് ഈവ് ദ എക്സ്ചേഞ്ച് ഗിഫ്റ്റ് ആൻഡ് ദ ഐറണി ഓഫ് ദെയർ സാക്രിഫൈസ് ബിക്കം അപ്പാരൻറ്റ്. അങ്ങനെ ക്രിസ്മസ് ഈവിൽ അവരവരുടെ ഗിഫ്റ്റുകൾ കൈമാറി. പക്ഷേ അവിടെ ഒരു ഐറണി സംഭവിച്ചു. അതായത് അവരുടെ സാക്രിഫൈസ് എല്ലാം വെള്ളത്തിലായ ഒരു അവസ്ഥയായിരുന്നു. കാരണം തൻ്റെ ബ്യൂട്ടിഫുൾ ഹെയർ വിറ്റിട്ടാണ് ഹസ്ബൻഡിൻ്റെ ചെയിൻ വാങ്ങിയത് ഡെല്ല. ആ ഒരു ഹെയർ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹസ്ബൻഡ് ഒരുപാട് ത്യാഗം ചെയ്ത് കോംബ് വാങ്ങിച്ചത്. ഈ ഒരു ഡെല്ല തൻ്റെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള തൻ്റെ ഹെയർ കട്ട് ചെയ്ത് സെല്ല് ചെയ്തിട്ടാണ് തൻ്റെ ഹസ്ബൻഡിന്, അതായത് ആ ഒരു സെല്ല് ചെയ്ത വാച്ചിന് ഒരു ചെയിൻ വാങ്ങിക്കുന്നത്. Della has sold her hair to buy a chain for Jim's watch, which he has sold to buy her the combs. Despite the irony, they are both filled with joy and love for each other, and the true spirit of Christmas is revealed. അപ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് ആ ഒരു ക്രിസ്മസിൻ്റെ ട്രൂ സ്പിരിറ്റ് റിവീൽ ചെയ്യുന്നത്. അതായത് അവരെത്രത്തോളം ലവ് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു സാക്രിഫൈസ് എത്രത്തോളം ഉണ്ട് എന്നവർ തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ദ സ്റ്റോറി ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഒ ഹെൻറീസ് സിഗ്നേച്ചർ ട്വിസ്റ്റ് എൻഡിങ്സ് ആൻഡ് എക്സ്പ്ലോർ തീംസ് ഓഫ് ലവ്, സാക്രിഫൈസ് ആൻഡ് ട്രൂ മീനിങ്സ് ഓഫ് ഗിഫ്റ്റ് ഗിവിങ്. അപ്പോൾ ഗിഫ്റ്റ് ഗിവിങ്ങിൽ അതിൻ്റെ ഒരു ട്രൂ മീനിങ് ഇതിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ലവ്, സാക്രിഫൈസ് ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.